ഞാനും ആ ചതിയിൽ എന്ത് സംഭവം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് ഭയങ്കര അർജന്റായി വന്ന ഓർഡർ ആയിരുന്നു. ഇന്നലെ വന്നു, നാളെ കൊടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറിയർ ചെയ്യാന്നായിരുന്നു. എൻ്റെ വീട് തിരൂരാണ്, ആളുടെ വീട് മലപ്പുറം. ഇനി കൊറിയർ എങ്ങാനും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അന്ന് തന്നെ കൊണ്ടേ കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തലേദിവസം മൈലാഞ്ചി ഒക്കെ സെറ്റ് ചെയ്തു, ഡയറി റിലീസിന് വെച്ചു. പിറ്റേ ദിവസം രാവിലെ നീച്ചിട്ട് ഡയറി റിലീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് പേസ്റ്റ് ഉണ്ടാക്കി കോണ് സീൽ ചെയ്ത് ഒക്കെ സെറ്റാക്കി റെഡി ആക്കി. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആളുടെ കംപ്ലീറ്റ് അഡ്രസ് പേയ്മെന്റ് ഒന്നും ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഒന്നാമത് പെട്ടെന്ന് വന്ന ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ലായിരുന്നു. എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ്. ഞാൻ നോർമലി എന്തായാലും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കില്ല, അപ്പൊ കാണുമ്പോൾ പൈസ വാങ്ങാൻ എന്നുള്ള രീതിയിൽ എനിക്ക് ചെറിയ രീതിയിൽ ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് അയച്ചു തന്നിട്ടോ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ എന്തായാലും മലപ്പുറമാണ് എന്ന് എനിക്കറിയായിരുന്നു, മലപ്പുറം കോട്ട. അങ്ങനെ ഞാൻ അവിടുന്ന് ബസ് കയറിയത് മുതൽ ഞാൻ ആൾക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ആളുടെ ഫോൺ മാത്രം എടുക്കുന്നില്ലായിരുന്നു. ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എടുക്കുന്നില്ലായിരുന്നു. ഞാൻ ശരിക്കും പെട്ടില്ല എന്നുള്ള അവസ്ഥയിൽ കോട്ടപ്പടി ബസ് സ്റ്റാൻഡിൽ ഞാൻ പോസ്റ്റായി. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ആള് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. സോ ഫോൺ സൈലന്റ് ആയിരുന്നു, അതാണ് എടുക്കാനത്. പക്ഷെ ഞാൻ ആകെ ടെൻഷനായി. എനിക്കാണെങ്കിൽ വീടിന്റെ ലൊക്കേഷനും അറിയില്ല. അങ്ങനെ അവസാനം വിളിച്ച് കടയിൽ ഏൽപ്പിച്ചു. ഭാഗ്യത്തിന് അവിടെ ഉള്ള ആള് നല്ല ആളായോണ്ട് അതവിടെ വാങ്ങി വെച്ചു. ആൻഡ് കസ്റ്റമർ അതിനെക്കാട്ടും സ്വീറ്റ് ആയതുകൊണ്ട് എക്സ്ട്രാ എനിക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സോറി ഒക്കെ. 12 മണിക്ക് പുറപ്പെട്ട ഞാൻ 3:30ക്കാണ് വീട്ടിലെത്തിയത്.